സോ ഈ ചൂടത്ത് നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു കുഴിമന്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പ്രോസസ് അല്ല. എൻ്റെ ഒരു ചോദിച്ചാൽ ഏറ്റവും വലിയ ഫുഡ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രോസസ്സ് എന്ന് പറയുന്നത് കുഴിമന്തിയാണ്. ഒന്നോ രണ്ടോ ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ദയവന്ന് നമ്മുടെ മന്തിയുടെ ചിക്കൻ ഇതാ വന്നിട്ടുണ്ട്. അയ്യോ കണ്ടില്ലേ എത്ര നേരത്തെ പ്രോസസ്, എത്ര പണി, എത്ര പേരുടെ ഹാർഡ് വർക്ക് ഒരു മന്തി ഉണ്ടാക്കുക എന്ന് പറയണേ. നൈസാണ്. ഗുഡ് ഫുഡ് ആൻഡ് ഗുഡ് ആംബിയൻസ്, ഇത് രണ്ടും കിട്ടുന്ന ഒരു അഡാറ് ഫുഡ് സ്പോട്ടിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സോ ഹൈലൈറ്റ്സ് മാത്രം കണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. മന്ദതയില്ലാത്ത പ്രണയം അത് മന്തിയോട് മാത്രം എന്ന് രാഹുൽ ആശാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഇൻട്രോ ആണിത്? ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സൂപ്പർ ഡൂപ്പർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോവാൻ പോകുന്നത് ഞങ്ങളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് മന്തി സ്പോട്ടിലാണ്. അത് വെറും മന്തി സ്പോട്ടല്ല, ഒരു കിടില മന്തി സ്പോട്ടാണ്. അവിടെ മന്തി കഴിക്കാൻ മാത്രമല്ല നമ്മൾ പോണത്, മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതും കാണാം. വാ, പിന്നെ കവിതയുടെ ബാക്കി. അതെ, നമ്മളിവിടെ ഹോമം നടത്താൻ വന്നതല്ല. നമ്മളിപ്പോൾ വന്ന എവിടെയാണ്? ഇറാനിൽ അവരെ ഹൈലൈറ്റ് ഫുഡ് എന്താണ്? കുഴിമന്തി. കുഴിമന്തി എങ്ങനെ ഉണ്ടാക്കുന്നത്? കുഴിക്കാതെ ഇറക്കിയിട്ട്. അപ്പൊ അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അതിന്റെ പരിപാടി എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടി ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ചിക്കനൊക്കെ ഉള്ളി സെറ്റ് ആയിക്കൊണ്ട് വരെയാണ്. നമുക്ക് നോക്കാം. ഇത് കണ്ടില്ല, നല്ല ചൂടുണ്ട്. ഓക്കെ, രാവിലെ 6:30 ചൂടത്ത് അല്ല, ഈ തണുപ്പത്ത് ഇതിന്റെ മൂട്ടില് ചൂടുണ്ട്. സൂപ്പർ സെറ്റപ്പാ. ഓക്കെ, അപ്പൊ സൂപ്പർ ഡൂപ്പർ പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുക. നമ്മുടെ കുഴിമന്തിയുടെ പ്രോസസ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഴിമന്തിയുടെ അരി ഇതാ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡി ആയിരിക്കുകയാണ്. ഇതാ ഇവിടെ ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം ഇതിലാണ് സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കുഴിക്കകത്ത് കുഴിമന്തി ഇറക്കാൻ പോകുന്നത്. സോ സൂപ്പർ ഡൂപ്പർ യൂട്യൂബ് ചാനലിലെ പ്രേക്ഷകർ, നിങ്ങൾ ഈ പ്രോസസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് എവിടെയായിരുന്നു എന്നൊക്കെ. കാണാത്തവർ നമ്മുടെ സൂപ്പർ ഡൂപ്പർ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഈ പ്രോസസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ. നമ്മുടെ ഈ ഇതിനുള്ളില് ഈ സ്റ്റവില് ഇതാ നമ്മുടെ ഈ വലിയൊരു പാത്രം വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് സവാള ഇട്ടിട്ട് അടുത്തതായിട്ട് നമ്മുടെ ബോംബെ മസാല ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് നമ്മുടെ പ്രതീക്ഷ ഇത് നന്നായിട്ട് വശക്കെയാണ്. ഓക്കെ, ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് ഇത് മനസ്സിലാവണം എന്ത് വലിയ പ്രോസസ്സാണ്. കാരണം ഇതാ ഇവിടെ ഒരു വലിയ കുഴിയുണ്ട്. ഓക്കെ, അവിടെ ഒരു വലിയ കുഴിയുണ്ട്. രണ്ട് സൈഡും തീയത്തയാണ്. ഇതിന് നടുക്ക് സ്റ്റവ്. സോ ഈ ചൂടത്ത് നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു കുഴിമന്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പ്രോസസ്സ് അല്ല. എൻ്റെ ഒരു ചോദിച്ചാൽ ഏറ്റവും വലിയ ഫുഡ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രോസസ്സ് എന്ന് പറയുന്നത് കുഴിമന്തിയാണ്. ഒന്നോ രണ്ടോ ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഇത് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാൻ പോവാണ്. കണ്ടില്ല, ഈ എണ്ണയിൽ നമ്മുടെ സവാള, ബോംബെ മസാല, കറുവപ്പട്ട എല്ലാം കടന്നിങ്ങനെ മിക്സ് ആയിട്ട് ഇതിങ്ങനെ തിളയ്ക്കുമ്പോഴേ നമുക്ക് ആ ഒരു മണം ഉണ്ടല്ലോ, ഈ മസാലയുടെ മണം, അതിങ്ങനെ ബീറ്റായിട്ട് കിട്ടും. അതെ, ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഉപ്പ് വിതറുന്നുണ്ട്. ചേട്ടാ എത്ര കിലോ നമ്മൾ ഉണ്ടാക്കുന്നേ? 50 കിലോ. രണ്ടും ഒരുമിച്ച് ഉണ്ടാക്കും. 100 കിലോ രാവിലെ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏകദേശം ഈ കുഴിയിൽ 50 കിലോ, ഈ കുഴിയിൽ 50 കിലോ, അങ്ങനെ 100 കിലോ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. രാവിലെ 100 കിലോ ഉണ്ടാക്കും. 1 കിലോ. ഓക്കെ, ഒരു ട്രിപ്പ് 100 കിലോ. എത്ര ട്രിപ്പ് ഉണ്ടാവട്ടെ?
ഉണ്ടാവും. അപ്പൊ മിക്ക ദിവസം 300 കിലോ മന്തി ഉണ്ടാക്കും. ചിലപ്പോ 2-3 ട്രിപ്പ് ഒരു ഇതേപോലെ ചെയ്യേണ്ടി വരും. ഒരു 3 കിലോ മന്തിയൊക്കെ ഉണ്ടാക്കേണ്ടി വരും. 300 കിലോ 400 കിലോ മന്തി വരെ ചില ദിവസം ഉണ്ടാക്കാറുണ്ടെന്നാ പറയുന്നത്. ഇത് 50 അല്ലേ? ക്യാപ്സിക്ക ആഡ് ചെയ്യാണ്. ശരിക്കും ഇവിടെ നിൽക്കുമ്പോഴേ ഓരോ ഇൻഗ്രീഡിയൻസും ഇങ്ങനെ ആഡ് ആകുമ്പോൾ സവാള ആഡ് ചെയ്യുന്നു, മസാല ആഡ് ചെയ്യുന്നു, ക്യാപ്സിക്ക ആഡ് ചെയ്യുന്നു, ഓരോ സാധനം ഇൻഗ്രീഡ് ചെയ്യുമ്പോൾ മുളക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ മണം ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുക. ഓരോന്നും ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുക മണങ്ങൾ. കുഴിമന്തി എന്ന് പറയുന്ന സാധനം ഒരാളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയല്ല. പറ്റും. നമ്മൾ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഒരു 15-20 കിലോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഒരാളെ കൊണ്ട് പറ്റും. അല്ലാതെ നമ്മൾ ഇപ്പൊ ഇവിടെ ചെയ്യുന്ന ഈ ക്വാണ്ടിറ്റി ഒരാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. റെസ്റ്റോറന്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പാടുള്ളത് കുഴിമന്തി അല്ലേ? നമ്മൾക്ക് ആ ഒരു സമയത്ത് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പാടാണ് ഉണ്ടാക്കാൻ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കുഴിയിൽ ഇറക്കി കഴിഞ്ഞാൽ ഇച്ചിരി സമയം റെസ്റ്റ് കിട്ടും, റിലാക്സ് ആവും. പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് നല്ല പാടാണ്. അല്ലേ? ഫിസിക്കലി നല്ല പാടാണ്, മെന്റലി കറക്റ്റ് ആയിരിക്കണം. ഓരോ സാധനങ്ങളും അരി കറക്റ്റ് ആയിടണം, വെള്ളം അല്ലേ, എല്ലാം പക്കായിരിക്കണം. കറക്റ്റ് ആയില്ലെങ്കിൽ അരിയുടെ വേവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, പിന്നെ അത് കംപ്ലൈന്റ് ആവും. സോ നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്, മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് മെയിൻ കുഴിമന്തിയുടെ യഥാർത്ഥ മെയിൻ പരിപാടി, കുഴിയിലിറക്കുക. കണ്ടില്ലേ പ്രോസസ്? കണ്ടില്ലേ? കുഴി ഇറക്കാണ്. കണ്ടാ, ചെറിയ പരിപാടിയല്ല. ഞാൻ പറഞ്ഞ കുഴിമന്തിയാണ് ഏറ്റവും ഉണ്ടാക്കാൻ പാടുള്ള ഫുഡ്. ഇല്ലാന്ന് ആർക്ക് അഭിപ്രായം ഉണ്ട് വന്ന് കമന്റ് ഇറക്കുന്നുണ്ട. ഒരു ശ്രദ്ധ പോലും മാറാതെ ഇത് സ്ലോലി വേണം ഇറക്കാൻ. 50 കിലോയുടെ കുഴിമന്തിയാണ് ഇപ്പൊ നമ്മൾ താഴെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പൊളിയല്ലേ? അപ്പൊ നമ്മുടെ അരി കുഴിക്കകത്ത് ഇറക്കിയിട്ടുണ്ട് മന്തിയുടെ. ഇതാ അടുത്ത സെറ്റപ്പ്. നമ്മുടെ ചിക്കനൊക്കെ ഇവിടുത്തെ ഇറാനിയുടെ സ്പെഷ്യൽ സീക്രട്ട് മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് അത് കുഴിയിലോട്ട് ഇറക്കാൻ പോവാണ്. അങ്ങനെ ചിക്കനും ഇതാ ഉള്ളിലോട്ട് സെറ്റായി. നമുക്ക് എത്ര നേരം കേട്ടോ വേണ്ടത്? 2 മണിക്കൂർ സമയം. അടച്ചു വെച്ച് 2 മണിക്കൂർ സമയം അടച്ചു വെക്കും. അത് കഴിഞ്ഞ് 2 മണിക്കൂർ സമയം. സോ 2 മണിക്കൂർ പ്രോസസ്സാണ് ഈ കുഴിമന്തി ഒന്ന് സെറ്റായിട്ട് ഇത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞല്ലേ? നമുക്ക് ഇത് എത്ര മണിക്കൂർ? 2 മണിക്കൂർ സമയം. 2 മണിക്കൂർ സമയം. ഇത് കഴിഞ്ഞ് ജസ്റ്റ് എടുക്കുക, സെർവ് ചെയ്യുക. ആ പ്രോസസ്സ് മാത്രമേ. ഫുഡ് ഉണ്ടാക്കണ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് വേണ്ട മന്തി ഉണ്ടാക്കാനാണ്. തീർച്ചയായിട്ടും ആണ്. നമുക്ക് കൈപുണ്യം മാത്രം പോരാ, ഫിസിക്കലിയും നല്ല ആരോഗ്യമാണ്. എല്ലാം വേണം. ചേട്ടാ എത്ര വർഷമായി ഫീൽഡ് മന്തി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഇവിടെ ഇറാനിൽ വന്നിട്ട് 5 വർഷമായി. അതിനു മുമ്പ് ഞാൻ കുവൈറ്റിലായിരുന്നു. കുഴിമന്തി അവിടെ എല്ലാം ചെയ്യുമായിരുന്നു.
ചേട്ടാ ഏകദേശം ഇറാനി വന്നിട്ട് തന്നെ മന്തി ഉണ്ടാകുന്ന പറഞ്ഞാൽ 5 വർഷമായി. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ ചേട്ടൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം നമ്മളിതാ ഉള്ളിൽ വെച്ച മന്തി പുറത്തെടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇത് ഓരോന്നിടത്ത് ലെയറായി മാറ്റാണ് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചാൽ. അത് മാറ്റുമ്പോൾ തന്നെ ഈ പുക ഇങ്ങോട്ട് വന്നിട്ടേ നമുക്ക് മന്തിയുടെ മണം ഇവിടെ വന്ന് ഞാൻ തട്ടിക്കൊണ്ടിരിക്കുക. ആഹാ, കണ്ടല്ലോ, അത് ഫുൾ കുക്കായിട്ട് മോനെ മണമെന്ന് വെച്ചാലേ ഒരു രക്ഷയില്ല. മണം ദേ വന്ന് നമ്മുടെ മന്തിയുടെ ചിക്കൻ ഇതാ വന്നിട്ടുണ്ട്. അയ്യോ ഉണ്ടാ, കണ്ടില്ല, ഇതാ മന്തിയുടെ ചിക്കനെ കുക്കായിട്ട് അങ്ങനെ അതിൻ്റെ മണം ഇങ്ങനെ എൻ്റെ മോനെ ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇത് അറിയാലോ, മന്തിയുടെ പ്രോസസ്സ് അറിയാലോ. ഇതിങ്ങനെ കുക്കായിട്ട് ഇതിൽ നിന്ന് ഇറങ്ങുന്ന ചിക്കൻ്റെ വെള്ളം എന്നൊക്കെ പറയില്ലേ, ആ ചിക്കൻ്റെ വെള്ളം ഇങ്ങനെ ഇത് സ്റ്റീമായി കുക്കായി ഇത് അതിലോട്ട് അങ്ങ് റൈസിലോട്ട് അങ്ങ് ഇറങ്ങും ആ വെള്ളം. അതിൽ നിന്നാണ് പിന്നെ റൈസ് കുക്കാവണം. അങ്ങനെ റൈസിൻ്റെ ആ ഒരു മന്തി ഫ്ലേവർ അങ്ങനെ ഫില്ലാവണത്. ഇതിപ്പോൾ റൈസ് എടുക്കുകയാണ്. ഭയങ്കര ശ്രദ്ധ വേണ്ട ഒരു പ്രോസസ്സാണ് ഈ മന്തി എന്ന് പറയുന്ന സംഭവം. അങ്ങനെ നമ്മുടെ മന്തിയുടെ റൈസ് ഇതാ മുകളിലോട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ എത്ര നേരത്തെ പ്രോസസ്സ്, എത്ര പണി, എത്ര പേരുടെ ഹാർഡ് വർക്ക് ഒരു മന്തി ഉണ്ടാക്കുക എന്ന് പറയണേ. റൈസൊക്കെ നല്ല കുക്കായിട്ട് ആ കളർ കാണാൻ തന്നെ അടിപൊളിയാണ്. അങ്ങനെ മന്തി കുഴിമന്തി കുഴിക്കുള്ളിൽ നിന്ന് എടുത്ത് ഇതാ ചിക്കൻ ഇവിടെ ഇരിപ്പുണ്ട്, ഇതാ റൈസ് ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടില്ലേ, ഇത് ഏകദേശം 50 കിലോ അല്ലേ ഏട്ടാ? ചിക്കൻ എത്ര ഉണ്ടാവും? 35 കിലോ, 35 എണ്ണമാണ് ചിക്കൻ. 50 കിലോ റൈസ്, 35 എണ്ണം ചിക്കൻ ഒരു കുഴിയിൽ ഇറക്കി ഉണ്ടാക്കിയതാണിത്. കണ്ടില്ലേ, നമ്മൾ 35 ചിക്കൻ എണ്ണാണ് പറയുന്നത്. വെയിറ്റ് ആണെങ്കിൽ 1400 ഗ്രാം ഒരു ചിക്കൻ വരും. അതായത് മൊത്തം സ്കിന്നും ക്ലീൻ ചെയ്തിട്ട് ഒരു 1400 അടുപ്പിച്ച് ചിക്കൻ വരും. ആ, അപ്പോൾ 35 എണ്ണം മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. അതിൻ്റെ ഈ കുഴിക്കകത്ത് ഇറക്കുന്നതിനെ കാട്ടി ഏറ്റവും കൂടെ കുഴിയിൽ നിന്ന് മുകളിലോട്ട് എടുക്കുന്നതാണോ വലിയ പ്രോസസ്സ്? രണ്ടും ഒരുപോലെ തന്നെ, രണ്ടും നല്ല ശ്രദ്ധ വേണം. ഇറക്കുമ്പോഴും നല്ല ശ്രദ്ധ വേണം, പൊക്കുമ്പോഴും വേണം. ഇല്ലെങ്കിൽ എല്ലാം കൂടി കുഴി പോകും. പരീക്ഷണം കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നല്ല എക്സ്പീരിയൻസ്. നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ റീസൺ അതുപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാനാണെങ്കിൽ മന്തി ഏറ്റവും കൂടെ ഞാൻ കഴിച്ചിട്ടുള്ള ഇറാനിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 5 വർഷം കൊണ്ട് ഞാൻ മന്തി കഴിക്കണമെങ്കിൽ 5 വർഷം കൊണ്ട്. ഈ ട്രിവാൻഡ്രം ജില്ലയിൽ ആദ്യമായിട്ട് മന്തി ഓപ്പൺ ചെയ്തത് ഇറാനി റെസ്റ്റോറൻ്റ് ആണ്, ഇറാനിയാണ്. നമ്മൾ ഈ ഒരുപാട് ഹോട്ടലിൽ നോക്കിക്കഴിഞ്ഞാലും ലൈവായിട്ട് അടിച്ചു കൊടുക്കുന്ന ഹോട്ടലിൽ ഇത് മാത്രമാണ്, ഇറാനി മാത്രമാണ്. അത് വരുന്ന കസ്റ്റമർക്കെല്ലാം കാണാം, ഇവിടെ ലൈവായിട്ട് അടിക്കുന്നത് കാണാം. മിക്കവാറും ഹോട്ടലിൻ്റെ ബാക്ക് സൈഡ് അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യാറ് കുഴി. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ ഫ്രണ്ടിൽ തന്നെ അടിച്ച് കസ്റ്റമർക്ക് കാണാവുന്ന രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത്. അടിപൊളിയല്ലേ? അപ്പോൾ ഇറാനി വരുമ്പോൾ നമുക്ക് കയറി വരുന്ന എൻട്രി തന്നെ നിങ്ങൾക്ക് ഈ കുഴിമന്തി ഉണ്ടാക്കുന്ന സെറ്റപ്പ് ഒക്കെ കാണാൻ പറ്റും. സൂപ്പർ അല്ലേ? എനിക്ക് ഈ മണം കണ്ടിട്ടേ ഒരു രക്ഷയില്ല. എനിക്ക് ഇപ്പം തന്നെ കറക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ. ഇതിന്ന് എടുത്ത് കഴിച്ചോ? അതാണല്ലോ. അല്ല കുഴപ്പമില്ല, ചേട്ടാ തട്ടിക്ക്. ഇച്ചിരി ചൂടൊക്കെ മന്തിക്ക് വേണ്ടി ഞാൻ സഹിക്കും. അടിപൊളി. ആ ചിക്കൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ, അങ്ങനെ റൈസിലെയും എല്ലാം കൂടി അങ്ങ് സൂപ്പർ. സ്ഥിരം മന്തി കഴിക്കണ സ്ഥലം ഇറാനി. ഓക്കെ, പക്ഷേ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ കിച്ചണിൽ നിന്ന് കുഴിയുന്നെടുത്ത് അങ്ങനെ നമുക്ക് ആ റൈസിൻ്റെ ടേസ്റ്റ് ചെയ്യാൻ കിട്ടുന്നത്. പൊളി.
താങ്ക് യു ഏട്ടാ. ഓക്കെ ശരി. ചേട്ടൻ എന്തേ പറയണ്ടോ? ഒന്നുമില്ല, എല്ലാരും വരിക ഇറാനിൽ. എല്ലാവരും വരിക, Okay. കഴിച്ചു പോവാ. ആ. ആർക്കെങ്കിലും ലൈവായിട്ട് കാണണമെങ്കിൽ വരുക, ഒരു കുഴപ്പമില്ല കാണുന്നതിന് വന്നിട്ട്. എപ്പോൾ വന്നാലും നമുക്ക് രാവിലെ ഈ സമയത്ത് വന്നാലും ലൈവായിട്ട് കാണാൻ പറ്റും. എത്ര പ്രാവശ്യം ഉണ്ടാക്കും ഒരു ദിവസം? ഒരു ദിവസം 2-3 പ്രാവശ്യം ഉണ്ടാക്കും. ഒരുപാട് ആ, outlets ഉണ്ട്. 2 പ്രാവശ്യം കൺഫേം ആയിട്ട് ഉണ്ടാക്കും. പിന്നെ 3-ാമത്തെ പ്രാവശ്യം ലീവ് സമയമൊക്കെ നോക്കിയിട്ട് വെക്കേഷനും അതുപോലെ നോക്കിയിട്ട് ചെയ്യും. നമ്മൾ 2 പ്രാവശ്യം കൺഫേം ആയിട്ടുണ്ടാക്കും. ഇതിൽ 2 കുഴിയിലും 2 പ്രാവശ്യം ഉണ്ടാക്കും. പ്രതീക്ഷ ഏട്ടാ ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ തന്നെ കാണും. ഓക്കെ, മന്തിയുടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ല നിങ്ങൾക്ക് കാണുമ്പോൾ ഡൗട്ടാണ്, പ്രതീക്ഷ ഏട്ടൻ പറഞ്ഞുതരും. വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് പ്രതീക്ഷ തന്നെ. അപ്പോൾ ചേട്ടാ ഇറങ്ങട്ടെ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നൈറ്റ് വന്നാ ഫുഡ് അടി അപ്പോൾ ഇറാനി നോണാവട്ടെ. വന്ന് കഴിച്ചിട്ട് പോയാൽ മതി. ഷുവർ ഏട്ടാ. ശരി. ഓക്കെ, ഓക്കെ ശരി. അതെ നമ്മൾ ടീമൊക്കെ അതാണ്. അജിത്ത് ഏട്ടാ അതാണ്, ശ്യാം ബ്രോ ഉണ്ട്, പിന്നെ അതെ അജിത്ത് ഏട്ടൻ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മന്തി ഉണ്ടാക്കുന്ന ടീമുകൾ. സൂപ്പറാ. ശരി ബ്രോ. ബൈ. ഓക്കെ, മന്തി ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലേ, അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ. സോ നമ്മളിപ്പോൾ ഇവിടെ കഴിക്കില്ല, കാരണം ഇവിടെ 7 മണി ആയതേ ഉള്ളൂ. അതെ, ഫുഡൊന്നും ഇവിടെ പ്രിപ്പയർ ആയിട്ടില്ല. അത് മാത്രമല്ല, ഇറാനിയുടെ റിയൽ ബ്യൂട്ടി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് ടൈം തന്നെ ഇവിടെ വരണം. നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കിടിലൻ ആംബിയൻസ് ആയിരിക്കും. അപ്പം നൈറ്റ് വന്ന് നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. സോ ഇറാനിയിൽ റെസ്റ്റോറൻറ്റ് ഫുഡ് മാത്രമല്ല, കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സൂപ്പർ ചായക്കടയുണ്ട്. ടീ, കോഫി, സ്നാക്സ് അങ്ങനെയൊക്കെ അവിടെ കിട്ടും. സോ നമ്മൾ ചായ കുടിച്ചിട്ട് ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരു ബേക്കറി ഉണ്ടാവും. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നോർത്ത് ഇന്ത്യൻ ചാറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടും. ഹലോ. അങ്ങനെ ഫൈനലി നമ്മൾ അവസാനത്തെ ഫുഡ് അടി പരിപാടിക്ക് എത്തി. നമ്മൾ രാവിലെ മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ടില്ലേ, അടിപൊളിയല്ലേ. ഇവർക്ക് ഇറാനിക്ക് ഒരുപാട് ഔട്ട്ലെറ്റ് ഉണ്ട്, ഏകദേശം 8 ഔട്ട്ലെറ്റ് ഉണ്ട്. എല്ലാം അടിപൊളിയാണ്. ഫാമിലി ആയിട്ട് വന്ന് നല്ല ആംബിയൻസീസ് ഫുഡ് കഴിക്കാനൊക്കെ നേരത്തെ സൂപ്പറാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്, 1-2 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാണാം. സ്റ്റാർട്ടിങ് നമ്മൾ സൂപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യണേ. സോ നമ്മുടെ മന്തി വന്നിട്ടുണ്ട്. ചിക്കൻ സിംഗിൾ ചിക്കൻ മന്തി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡബിൾ മസാല സ്പെഷ്യൽ മന്തി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം സിംഗിൾ ചിക്കൻ മന്തി ട്രൈ ചെയ്യാം. ഓക്കെ, ഒരു പൊളി പൊളിക്കാം. അതെ, നമുക്ക് ആദ്യം മയോനൈസ് പിടിക്കാം. നിങ്ങൾ കിട്ടിയപ്പോൾ തന്നെ വെയിറ്റ് ചെയ്തില്ല, വീഡിയോ റെക്കോർഡൊക്കെ ചെയ്യുന്നുണ്ട്, കുറേ ടേസ്റ്റ് ചെയ്തായിരുന്നു. നമുക്ക് ഈ ചിക്കൻ ഇങ്ങനെ എടുത്ത് റൈസിലൊക്കെ മിക്സ് ചെയ്ത് ഇതൊക്കെ വെച്ച് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കണ്ടല്ലോ. അടിപൊളി മന്തി മാത്രമല്ല നമ്മൾ ഓർഡർ ചെയ്തത്. ദേ ബട്ടർ നാൻ ഉണ്ട്, പഞ്ചാബി ചിക്കൻ ഉണ്ട്. ഒരു അറേബ്യൻ ഫുഡായ പിന്നെ നമുക്കൊന്ന് നോർത്ത് പിടിക്കാൻ വെച്ചു. സോ അടിപൊളി മണമാണ്. ഇത് പഞ്ചാബി ഡിഷാണ്. പഞ്ചാബി ചിക്കനിൽ ചിക്കൻ ഉണ്ടല്ലോ, എന്താ ചിക്കൻ പീസ് ഇത് കണ്ട നൈസാണ്. ചിക്കൻ പീസ് നൈസാണ്. അതിൽ കുറച്ച് പൊട്ടറ്റോസ് ഒക്കെ വെച്ച് ഒരു ഭയങ്കര മണ്ണമുള്ള ഒരു സൂപ്പർ ഗ്രേവിയാണ്. അതെ, അതിൽ പൊട്ടറ്റോ ഒക്കെ തന്നെ ഒരു മുട്ട അടിപൊളി മുട്ട ബജ്ജി പോലെ. ഇത് മുട്ട കറി വെച്ച് സെറ്റാണ് ഇവിടെ. നമുക്ക് അതും ഈ നാണും ട്രൈ ചെയ്ത് നോക്കാം. പഞ്ചാബി ചിക്കനും കറിയൊക്കെ എടുത്ത് ചുറ്റിട്ടാ. അടിപൊളി മന്തി എനിക്ക് സൂപ്പറാണെന്ന് അറിയാം, ഞാൻ അടിപൊളിയാണ്. പക്ഷേ എനിക്ക് പഞ്ചാബി ചിക്കൻ അങ്ങനെ തന്നുള്ളൂ. പക്ഷേ കഴിച്ചു നോക്കിയപ്പോൾ സൂപ്പറാണ്.
ഈ മന്തിയില്ലേ, മന്തിയിലെ ഏറ്റവും ടേസ്റ്റ് എന്താണെന്നറിയോ? മന്തിയുടെ സ്കിന്നുണ്ട്, ചിക്കൻ്റെ സ്കിന്ന്. ആ സ്കിന്നാണ് മന്തിയുടെ ഫ്ലേവർ പിടിച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ ടേസ്റ്റ്. ആ സ്കിന്ന് ഇങ്ങനെ എടുത്ത് അങ്ങനെ റൈസിൽ ഇങ്ങനെ വെച്ച് കഴിക്കണം. സൂപ്പറാണ്. നമ്മളെ ഈ മന്തി ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ മന്തി ഇങ്ങനെ ഷൂട്ട് ചെയ്യണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഫുഡ് ഇവിടെ കൊണ്ടുവച്ചപ്പം നമുക്ക് രാവിലെ ആ ഒരു മണവും ഈ മണം എല്ലാം കൂടി ആയപ്പോൾ നമുക്കതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഡയറക്റ്റ് എടുത്ത് കഴിച്ചു. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ബ്യൂട്ടി ഷോട്ടൊന്നും കാണിക്കാൻ പാടില്ല. പക്ഷേ ഇറാനിയിലെ മന്തി ബ്യൂട്ടിഫുള്ളാണ്, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ ഇവിടെ ഒന്ന് കഴിക്കാം. സൂപ്പർ ഡ്യൂപ്പറിൻ്റെ ഗ്യാരണ്ടിയാണ്. ഇവിടെ ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഇറാനിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ മന്തി കഴിച്ചിട്ട് ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് 2 മൊജിത്തോ ഓർഡർ ചെയ്തത് ഇങ്ങനെ തെങ്ങ് ചൂട്ടിലിരിക്കുകയാണ്. കിഡിലെ ആംബിയൻസ് ആണ്, ലൈറ്റൊക്കെ ഇട്ടും. ഇതിപ്പോൾ ഇവിടെ പാർട്ടിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് സെലിബ്രേഷൻ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഈവൻറ്റ്സ് നടക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ടുള്ള ഗ്രൗണ്ടാണ്. ഇവിടെ നമുക്ക് എപ്പോഴും പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേസാണ്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ മൊജിറ്റോ കഴിക്കാതിരിക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള മൊജിറ്റോ ഇതൊക്കെയാണ് നമ്മുടെ കൂൾ ബ്ലൂ, അതുപോലെ റോസ് ഫ്ലേവറുമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡ് വ്ളോഗ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ഇറാനി കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായമായാലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ബൈ.